നമസ്കാരം, ഡോക്ടർ ക്യൂവിലേക്ക് സ്വാഗതം. മുതിർന്നവരെയും കുട്ടികളെയും അടക്കം ഏത് പ്രായക്കാരെയും ബാധിക്കുന്ന രോഗങ്ങളിലൊന്നാണ് ചുമ. പലപ്പോഴും പല രോഗങ്ങളുടെയും ലക്ഷണമായാണ് ചുമ പലരിലും കണ്ടുവരുന്നത്. ഇന്ന് ഡോക്ടർ ക്യൂവിൽ നമ്മൾ സംസാരിക്കുന്നത് ചുമയുടെ കാരണങ്ങളെയും ഒപ്പം അതിനുള്ള ചികിത്സാ രീതികളെയും കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഹോമിയോപ്പതിക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാജേഷ് കുമാർ ഒപ്പം ചേരുകയാണ്. ഡോക്ടർ സ്വാഗതം. ഡോക്ടർ ക്യൂവിൽ നമസ്കാരം. ഡോക്ടർ, ഒരിക്കലെങ്കിലും ചുമ വരാത്തവർ എനിക്ക് തോന്നുന്നു കുറവായിരിക്കുമല്ലേ? ഏതെങ്കിലും ഒരു പനി വരുമ്പോൾ അല്ലെങ്കിൽ ജലദോഷം വരുമ്പോൾ, കഫക്കെട്ടുള്ളവർ എല്ലാവർക്കും അവസാനം അതിന്റെ ഒരു ചുമയിലായിരിക്കും അത് അവസാനിക്കുന്നത്. അതിലപ്പുറം പല രോഗങ്ങളുടെ ലക്ഷണങ്ങളായിട്ടും ഇത് ചുമ കണ്ടുവരുന്നത്. ഇത് ശരിക്കും ഒരു രോഗമാണോ ഡോക്ടർ, അതോ ഒരു രോഗലക്ഷണമാണോ? ജനിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ ഒരുപക്ഷെ തൊണ്ടയിൽ വരുന്ന ചെറിയ പൊടി തട്ടിയിട്ട് വരുന്ന ചുമ തുടങ്ങിയിട്ട് വയസ്സായവരിൽ ചുമ മരണകാരണമായി തീരുന്ന ഒരവസ്ഥയുണ്ട്. അത്തരത്തിൽ നമുക്ക് ചെറിയൊരു അലർജിയുടെ ഭാഗമായിട്ട്, അതായത് നമ്മുടെ ശ്വാസകോശത്തിൽ വരുന്ന പൊടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അലർജൻറ്റോ ഫോറിൻ പാർട്ടിക്കിൾസോ കയറുമ്പോൾ നമ്മുടെ ശരീരം അതിനെ പുറന്തള്ളാൻ ശക്തമായി പ്രതിരോധിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് ചുമ കാണാം. അതോടൊപ്പം തന്നെ പല രോഗങ്ങളുടെയും ലക്ഷണമായിട്ടും ചുമ കാണാറുണ്ട്. ഇതിലിപ്പോ ഡോക്ടർ പറഞ്ഞു മരണകാരണം വരെയാകാം ചുമ എന്ന് പറഞ്ഞു. അത് എപ്പോഴൊക്കെ ആയിരിക്കും ഡോക്ടർ? പലപ്പോഴും നമുക്ക് ചില ഗുരുതര രോഗങ്ങളായിട്ടുള്ള ശ്വാസകോശ ക്യാൻസർ, അല്ലെങ്കിൽ നമുക്ക് ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ട്യൂബർക്കുലോസിസ്, ക്ഷയരോഗം പോലുള്ള അവസ്ഥകളിലും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള സിംറ്റം തന്നെയാണ് കാണുക. ഇപ്പോൾ തൊണ്ടയിൽ വരുന്ന ക്യാൻസറിനും എല്ലാം സ്ഥിരമായിട്ട് വിട്ടുമാറാതെ വരുന്ന ചുമയും അതോടൊപ്പം ബ്ലഡ് ഛർദ്ദിക്കലോ ഉള്ള ബുദ്ധിമുട്ടുകൾ കണ്ടുവന്ന് വരാം. ഇതുകൂടാതെ റിക്കറൻ്റായിട്ട് ഇൻഫെക്ഷൻസ്, ഇപ്പോൾ TB വന്നിട്ട് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ലങ്സിന് വരുന്ന ഫൈബ്രോസിസ് പോലുള്ള കണ്ടീഷൻസ് ഉണ്ട്. അതുപോലെ പതിവായിട്ട് സിഗരറ്റ് വലിക്കുന്നവർക്ക് ഒരു ഏജ് കഴിഞ്ഞാൽ അവർക്ക് ശ്വാസകോശം ചുരുങ്ങിയിട്ട് വരുന്ന കണ്ടീഷൻസ്, അതുപോലെ COPD എന്ന് പറയുന്ന കണ്ടീഷൻസ് ഉണ്ട്, പൾമണറി ഡിസീസസ്. ഇതിനുമെല്ലാം ചുമ തന്നെയാണ് ലക്ഷണങ്ങൾ. ഇത് പലപ്പോഴും നമുക്ക് സിമ്പിളായിട്ട് കാണാൻ പറ്റില്ല, മാരകമാണ്. ശരി ഡോക്ടർ, നമ്മുടെ ശ്വാസകോശത്തെ ബുദ്ധിമുട്ടിക്കുന്ന അത് എന്തുമായിട്ട്, അത് ചിലപ്പോൾ വല്ല അലർജി പ്രശ്നങ്ങളായിക്കോട്ടെ, ജലദോഷമായിക്കോട്ടെ, കഫക്കെട്ടായിക്കോട്ടെ, അങ്ങനെ എന്തുണ്ടെങ്കിലും അത് റിഫ്ലക്ട് ചെയ്യുന്നത് ചുമയായിട്ടായിരിക്കും. ചുമ നമുക്ക് ഒരു അലർജിയുടെ കംപ്ലൈൻറ്റ് തുടങ്ങി മൂക്കടപ്പിന് ഉൾപ്പെടെ എന്തിനും നമുക്ക് ഒരു ചുമയായിട്ട് കാണാം. ഈവൻ നമുക്ക് വായിക്കാൻ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തൊണ്ടയിൽ തടഞ്ഞു, അത് ശ്വാസകോശത്തിലേക്ക് അല്പം നനവ് പോയെന്നിരിക്കട്ടെ, അപ്പോഴും നമുക്ക് ചുമയായിട്ട് കണ്ടുവന്ന് വരാം. ഇത് കൂടാതെ ചിലർക്ക് വിട്ടുമാറാതെ വരുന്ന നെഞ്ചരിച്ചിൽ, ആസിഡിറ്റി തുടങ്ങിയിട്ടുള്ള പ്രോബ്ലംസ്, ഈവൻ കൊച്ചുകുട്ടികൾക്ക് വിട്ടുമാറാത്ത വിരയുടെ ശല്യമുണ്ടെങ്കിൽ പോലും ഇന്ന് ചുമയാണ് അതിൻ്റെ ഒരു പ്രധാന ലക്ഷണം. ശരി ഡോക്ടർ, ഇത്തരത്തിൽ ഗുരുതരമായ രോഗങ്ങളുടെ ലക്ഷണമായി ചുമ കാണുന്നു. അല്ലാത്ത തരത്തിൽ സാധാരണയായി ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു പനിയോടൊപ്പം ജലദോഷത്തിനോടൊപ്പം ഒക്കെ കാണുന്ന ചുമ നമ്മൾ അത്രത്തോളം ഗൗരവത്തിലെടുത്ത് അത് ചികിത്സിക്കേണ്ട ഒരു ആവശ്യമില്ലേ? അതൊരു സാധാരണയായി വന്നു പോകുന്ന ഒരു രോഗം മാത്രമാണ്. സാധാരണഗതിയിൽ ഇപ്പോഴത്തെ സീസണിൽ കാണുന്ന വൈറൽ ഇൻഫെക്ഷൻസ്, അത് ഇപ്പോൾ ഒരുപക്ഷെ പനി ആയിക്കോട്ടെ ഇല്ലെങ്കിൽ ജലദോഷമായിക്കോട്ടെ, ഇതിനെല്ലാം ഒരു സെക്കൻഡറി, ചിലപ്പോൾ ഒരു 2 ദിവസം കഴിയുമ്പോൾ തൊണ്ടയ്ക്ക് ചെറിയൊരു ഇൻഫെക്ഷൻസ് വരാം. അത് ഒരു നമുക്ക് ഫാരിഞ്ചൈറ്റിസ് എന്നോ ലാരിഞ്ചൈറ്റിസ് എന്നൊക്കെ വിളിക്കുന്ന തൊണ്ടയിൽ നമ്മുടെ സ്വനപേടകത്തിന് വരുന്ന ചെറിയ ഇൻഫെക്ഷൻസ് നമുക്ക് ചുമയായിട്ട് പ്രസൻറ്റ് ചെയ്തുവന്ന് വരാം. ഇത് ഒരുപക്ഷെ ഒരു 2 ദിവസം കഴിയുമ്പോൾ ചെറിയ കഫമൊക്കെ ആയിട്ട് ഏതാണ്ട് ഒരു 10 ദിവസം കൊണ്ട് രോഗിക്ക് വലിയ അസ്വസ്ഥതയൊന്നും ഉണ്ടാക്കാതെ ഈ ചുമ മാറിയെന്ന് വരാം. എന്നാൽ ഇത് ഒരു 2 ആഴ്ചയിൽ കൂടുതലാക്കി നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചികിത്സിച്ച് മാറ്റണം. ഇല്ലെങ്കിൽ ഒരുപക്ഷെ അവർക്ക് അലർജിയുടെ കംപ്ലയിൻസ് ഉണ്ടെങ്കിലോ ഇല്ലെങ്കിൽ ശ്വാസമുട്ടലിൻ്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിലോ ഇത് നേരെ ശ്വാസമുട്ടലിലേക്ക് പോയി എന്ന് വരാം. ശരി ഡോക്ടർ, ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. ചോദിച്ചോളൂ. സാറേ, എന്റെ വൈഫിന് വേണ്ടിയാണ് ചോദിക്കുന്നത്. ഓക്കെ സാറേ, പിന്നെ എന്റെ വൈഫിന് ഇപ്പൊ 52 വയസ്സുണ്ട്. ശരി. ഈ അടുത്ത കാലത്ത് ഇതിന് ചിക്കൻ ബോക്സ് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ മറുകണ്ണിച്ചിട്ട് വേറെ മോഡലിൽ ചിക്കൻ ബോക്സ് വന്നു. ഓക്കെ. അതിനുശേഷം 10-15 ദിവസം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് കിടന്നു. ശരി. അവിടെ നിന്ന് ചികിത്സയെല്ലാം റെഡിയാക്കി വിട്ടു. പക്ഷെ ചുമക്കായിട്ട് എത്രയോ ദിവസമായിട്ടും ചുമ 1-2 മാസമായി ചുമ മാറുന്നില്ല. ഓക്കെ. അങ്ങനെ ഈ മറ്റിവിടെ അടുത്ത് നിലമേലൊരു ഹോസ്പിറ്റലിൽ പോയി TVയുടെ വല്ലതും ആണോ പരിശോധിച്ച് നോക്കി. ഓക്കെ. അപ്പൊ അങ്ങനെയും പ്രശ്നമില്ല. പക്ഷെ ഈ ചുമ മാറുന്നില്ല. അതിനെന്താണ് ചെയ്യേണ്ടത്? ഇത് ചിലർക്ക് ഇതുപോലുള്ള വൈറൽ ഇൻഫെക്ഷൻസ് വന്നാൽ, ചിക്കൻ ബോക്സ് പോലുള്ള വൈറൽ ഇൻഫെക്ഷൻസ് വന്നാൽ അത് ഫോളോ ചെയ്തിട്ട് ചില റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വരാറുണ്ട്. അത് പോസ്റ്റ് വൈറൽ കഫ് എന്നാണ് പറയുന്നത്. അതിൻ്റേതായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മതിയാകും. ഹോമിയോപ്പതിയിൽ ഇതിന് നല്ല ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. നിങ്ങളൊരു നല്ല ഹോമിയോപ്പതി ഡോക്ടറെ കണ്ടിട്ട് ഒരു 2 ആഴ്ചത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ശരിയാവും. സാധാരണഗതിയിൽ ഇത് നമുക്ക് ചെസ്റ്റ് എക്സ്റേ നോക്കിയാൽ ശ്വാസ
ശ്വാസകോശത്തിനെ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുള്ളതായിട്ട് കാണത്തില്ല. പക്ഷേ രോഗിക്ക് എന്തെങ്കിലും ചുമച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ചുമയായിരിക്കും, രാത്രി കിടന്നുറങ്ങാൻ പറ്റത്തില്ല, ഇത്തരത്തിലുള്ള പ്രസൻറ്റേഷൻ കാണാറുണ്ട്. അത് നല്ലൊരു ഡോക്ടറെ കണ്ട് ചികിത്സ തേടിയാൽ ആ ഒരു അസുഖം പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതാണ്. ഡോക്ടർ ഒരു കോൾ കൂടി. ഹലോ ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഞാൻ കോതമംഗലത്ത് നിന്ന് വിളിക്കുന്നേ. ഓക്കെ. അപ്പൊ എന്റെ മകൾക്ക് വേണ്ടിയായിരുന്നു. അവൾക്ക് 8 മാസം പ്രായമായിട്ടുള്ളൂ. ശരി. അപ്പൊ ഇപ്പൊ ചുമ തുടങ്ങിയിട്ട് ആൾക്ക് ഒരു 3 ആഴ്ചയായി. അപ്പൊ 2 ആഴ്ച ഹോമിയോ ആണ് കാണിച്ചത്. ഹോമിയോ കാണിച്ചിട്ട് ഒരു കുറവൊന്നുമില്ല. അതുകൊണ്ടാണ് ഒരു ഇംഗ്ലീഷ് ഡോക്ടറെ കാണിച്ചത്. നമുക്ക് അടുത്തൊരു പരിചയമുള്ള ഡോക്ടർ ആയിരുന്നു. അപ്പൊ ആളുടെ മെഡിസിൻ ഇപ്പൊ 2 വീക്സ് ആയിട്ട് കഴിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ചുമയ്ക്ക് യാതൊരു കുറവുമില്ല. കണ്ടിന്യൂസ് ആയിട്ട് ആൾക്ക് കിടന്നുറങ്ങുമ്പോ സമയത്ത് ഉറങ്ങുന്ന സമയത്ത് നല്ല രീതിയിൽ ചുമയുണ്ട് ആൾക്ക്. പലപ്പോഴും നമുക്കിപ്പോൾ നിങ്ങൾ ആദ്യം ഒരു ഡോക്ടറെ കണ്ടു, 2 ആഴ്ച മെഡിസിൻ കഴിച്ചു, കുറവില്ല. ഇപ്പോൾ ഇംഗ്ലീഷ് മെഡിസിൻ കഴിച്ചു, 2 ആഴ്ചയായിട്ടും കുറയുന്നില്ല. അതിൻ്റെ കാരണം കുട്ടിക്ക് ഒരു ഇൻഫെക്ഷൻ അല്ല, കുട്ടി കിടക്കുന്ന റൂമിലുള്ള എന്തെങ്കിലും ഒരു അലർജി ആ കുട്ടിക്ക് തുടർച്ചയായി ഉണ്ടാകുന്നതായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു പ്രോബ്ലം ഉണ്ടാക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ കുട്ടി കിടക്കുന്ന ബെഡിലെ ടവലും ബാക്കിയുള്ള പുതപ്പും എല്ലാം ഒന്ന് മാറ്റുക. പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ ബെഡിൽ അല്ലെങ്കിൽ കിടക്കുന്ന സ്ഥലത്തുള്ള തലയിണ മാറ്റുക. ബിക്കോസ് അതിനകത്ത് വളരുന്ന ചിലതരത്തിലുള്ള ഫംഗസ് രോഗങ്ങൾ, അല്ലെങ്കിൽ കുട്ടിയെ നിങ്ങൾ മൂടിയിടാൻ ഉപയോഗിക്കുന്ന നെറ്റിൽ കാണുന്ന ഫംഗസ് രോഗങ്ങളുണ്ട്. ചിലതരം സ്പോസ് ഉണ്ട്. ഇതിനകത്ത് യൂഷ്വലി കുട്ടിയുടെ വേർപ്പെല്ലാം വീണിട്ട് അതിൽ വളരുന്ന ചിലതരത്തിലുള്ള ഡസ്റ്റ് മൈറ്റ്സ് ഉണ്ട്. ഇതെല്ലാം തന്നെ കുട്ടിക്ക് റിക്കറൻ്റായിട്ട് ചുമ. അത് എപ്പോഴും കുട്ടി കിടക്കുമ്പോഴോ കയ്യിലെടുക്കുമ്പോൾ പ്രോബ്ലം കാണത്തില്ല, കിടക്കുന്ന സമയത്തോ ഉറങ്ങുന്ന സമയത്തോ കുട്ടിയെ ഇത് വല്ലാണ്ട് അസ്വസ്ഥതയുണ്ടാക്കിയെന്ന് വരാം. തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു കണ്ടീഷൻ എപ്പോഴും ഒരു അസുഖം കൊണ്ട് മാത്രമാവണമെന്നില്ല. കുട്ടിയെ കണ്ടിന്യൂസ് ആയിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഘടകങ്ങൾ കുട്ടിയുടെ ചുറ്റുമുണ്ടെങ്കിലും കുട്ടിക്ക് ഇത്തരത്തിൽ ഒരു റിയാക്ഷൻ കണ്ടുവന്ന് വരാം. ശരി ഡോക്ടർ, ഒരു കോൾ കൂടി. ഹലോ ഹലോ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. യെസ്. ഹലോ ഡോക്ടർ. ചോദിച്ചോളൂ. ഹലോ. ശരി ഡോക്ടർക്ക് കേൾക്കാം. ഹലോ. ഞാൻ ഷൊർണൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. എന്റെ മോന് വേണ്ടിയാണ് പറയണം. അവന് ഇപ്പൊ 18 വയസ്സായി. ശരി. അവന് കുറെ കാലങ്ങളായിട്ട് ചുമയുണ്ട്. നിർത്താതെയുള്ള ചുമ. ഒപ്പം അതിനോടൊപ്പം തന്നെ അവന് വയറിന് പ്രശ്നമുണ്ട്. രാത്രിയാണോ ചുമ കൂടുതൽ? രാത്രിയും പകലും ചുമയാണ്. പയ്യന് നെഞ്ചരിച്ചിലോ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? വയറിന് പ്രശ്നമുണ്ടെന്ന് അവന് പറയുന്നത്. വയറ്റിൽ നിന്ന് മോഷന് പ്രശ്നമുണ്ട്, ഗ്യാസിന്റെ പ്രശ്നമുണ്ടെന്നാണ് പറയുന്നത്. ചിലർക്ക് വിട്ടുമാറാതെ ഗ്യാസ് ഉണ്ടെങ്കിലോ ഈസോഫാജിൽ റിഫ്ലക്സ് ഡിസീസ് എന്നാണ് അതിന് പറയുന്നത്. ഇത്തരത്തിൽ അയാൾക്ക് റിഫ്ലക്സ് ഡിസീസസ്, അതായത് അസിഡിറ്റി കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും ചുമ വിട്ടുമാറാതെ നിന്നുവെന്ന് വരാം. ഇത് ശ്വാസകോശത്തിനെ ബാധിക്കുന്ന അസുഖമാകണമെന്ന് നിർബന്ധമില്ല. ഇത്തരത്തിലൊരു കണ്ടീഷൻ എപ്പോഴും നിങ്ങളൊരു ശ്വാസകോശമല്ല, അതായത് ചുമയ്ക്ക് നൽകുന്ന ചികിത്സയോടൊപ്പം തന്നെ കുട്ടിക്ക് അസിഡിറ്റി മാറാനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൂടി നൽകി കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം മാറിക്കിട്ടുന്നതായിരിക്കും. ശരി ഡോക്ടർ, ഒരു കോൾ കൂടി. ഹലോ ഡോക്ടർ. നെടുമ്പാശ്ശേരിയിൽ നിന്നാണ്. എറണാകുളം ജില്ലയില് നെടുമ്പാശ്ശേരിയിൽ നിന്ന് അജയ് എന്ന് പറഞ്ഞ ഒരാളെ വിളിക്കുന്നു. ശരി. എനിക്ക് 52 വയസ്സുണ്ട്. എനിക്ക് ഈ ശ്വാസകോശത്തില് പൊടിയുടെ ശല്യാണ്. പൊടി കയറിയിട്ട് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഭയങ്കര ചുമയാണ് ഇടയ്ക്കിടയ്ക്ക്. ശരി. ഇതുണ്ടായിപ്പോ ചുമച്ചിട്ട് ഇവര് എന്ത് ചെയ്തതിന്റെ അഴുക്ക് പുറത്തേക്ക് പോകണ്ടായില്ല. ഞാൻ പല ആശുപത്രിയിലും പോയിട്ട് മരുന്ന് കഴിച്ചിട്ട് അങ്ങനെ ഇപ്പൊ ഒന്ന് കുറച്ച് കുറഞ്ഞിട്ടുള്ളൂ. ജനുവരിയിൽ അത് ഭയങ്കര കൂടുതലായി പോയാൽ സാറിന് ശ്വാസം മുട്ടൽ വരാറുണ്ടോ? ശ്വാസം മുട്ടലാണ്. ഇപ്പോ ഈ കഫക്കെട്ട് പുറത്തേക്ക് പോകുന്നില്ല. ഇപ്പൊ ചുമക്കണില്ല. അതാണ് ഒരു പ്രശ്നം. സാർ, ഇത് സാറിനൊരു ആസ്മയുടെ ടെൻഡൻസി, അതായത് ശ്വാസം മുട്ടലിന്റെ ടെൻഡൻസി ഉള്ളത് കൊണ്ട് ഗ്രാജുവലി ആദ്യം ഇതൊരു പൊടി വന്നിട്ടുള്ള ഒരു അലർജി ആയിട്ട് തുടങ്ങിയിട്ട് പിന്നെ വിട്ടുമാറാത്ത ചുമയായി ക്രമേണ ഇതൊരു ശ്വാസം മുട്ടലിലേക്ക് എത്തുന്നതാണ്. തീർച്ചയായിട്ടും സാർ ഒരു ചുമയ്ക്കുള്ള ചികിത്സ എന്നതിലുപരി ശ്വാസം മുട്ടലിനുള്ള ചികിത്സ, ഒരു ആസ്മയുടെ ചികിത്സ നല്ലൊരു ഹോമിയോപ്പതിയുടെ ഒരു ഡോക്ടറെ കണ്ട് 1-2 മാസം ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം പരിപൂർണമായിട്ട് മാറിക്കിട്ടുന്നതായിരിക്കും. ശരി ഡോക്ടർ, ഈ സാധാരണ ഈ അസിഡിറ്റി പ്രശ്നങ്ങൾ മറ്റു പല പ്രശ്നങ്ങളുണ്ടാക്കി ചുമയിലേക്ക് എങ്ങനെയാണ് ഡോക്ടർ അസിഡിറ്റി കാരണമാകുന്നത്? അത് പലർക്കും അതിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് ആ ഒരു പൊസിഷനിങ് അറിയാത്തതുകൊണ്ടാണ്. അതായത് നമ്മുടെ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ അത് ഇറങ്ങിപ്പോകുന്നത് നമ്മുടെ തൊണ്ട വഴിക്കാണ്. ഇതിനോട് തൊട്ടടുത്ത് തന്നെയാണ് ശ്വാസനാളവും പോകുന്നത്. നമ്മൾ സാധാരണ ഭക്ഷണം ഇറക്കുന്ന സമയത്ത് ശ്വാസനാളത്തിലേക്കുള്ള ഒരു അടപ്പ് അടഞ്ഞിട്ടാണ് ഇത് തിരിച്ച് വയറിലേക്ക് നമ്മുടെ ഭക്ഷണം പോകുന്നത്. എന്നാൽ നമ്മൾക്ക് അസിഡിറ്റി ഉണ്ടെങ്കിൽ ഇത് വയറിൽ നിന്ന്, നമ്മളിപ്പോൾ രാത്രി വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ട്
കിടക്കുന്ന ഒരു ശീലം മലയാളികൾക്കുണ്ട്. സോ ഇത്തരത്തിൽ വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ ഈ കിടക്കുന്ന പൊസിഷനിൽ വയറിൽ നിന്നും തിരിച്ച് ആസിഡും ഇല്ലെങ്കിൽ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ ഭാഗങ്ങളും തിരിച്ച് തൊണ്ടയിലേക്ക് വരും. തൊണ്ടയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു പക്ഷേ ശ്വാസനാളത്തിലേക്ക് ഇറങ്ങാം, പെട്ടെന്ന് തന്നെ ചുമച്ചു വന്ന് വരാം. നമുക്ക് പെട്ടെന്ന് ഉറക്കത്തിൽ തന്നെ തൊണ്ടയിൽ ഒരു എരിച്ചിൽ പോലെ വന്നിട്ട് ചുമച്ച് എഴുന്നേൽക്കുക, കുറച്ച് വെളുത്ത കഫം തുപ്പുക അല്ലെങ്കിൽ ഛർദ്ദിക്കുക, ഈ ഒരു ലക്ഷണങ്ങളെല്ലാം തന്നെ അസിഡിറ്റി കൊണ്ടുവരുന്ന ചുമയുടെ ലക്ഷണമാണ്. ഓക്കെ, ശരി ഡോക്ടർ. ഇപ്പോൾ സാധാരണയുള്ളത് ഈ വൈറൽ പനിയോടനുബന്ധിച്ച് നീണ്ടു നിൽക്കുന്ന ഒരു ചുമയാണ്. അത് പക്ഷേ ഒരു മാസത്തിലധികം അത് വലിയ രീതിയിൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടല്ലോ. പക്ഷെ അത് എന്നാൽ ഡോക്ടർ പറഞ്ഞതുപോലെ ഈ ചുമയ്ക്കുമ്പോൾ കഫം പോവുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, ഒരു വരണ്ട ചുമയാണ് കാണുന്നത്. അതെന്തായിരിക്കും? അത് സാധാരണ ഇപ്പോഴത്തെ സീസണൽ ഫീവറിൻ്റെ കൂടെ കാണുന്നതാണ്. യൂഷ്വലി ഒരു വൈറൽ ഫീവർ വന്നു കഴിഞ്ഞാൽ ചിലർക്ക് അതൊരു സെക്കൻഡറി വൈറൽ ബ്രോങ്കൈറ്റിസ് ഉണ്ടാക്കാം, അതായത് ശ്വാസനാളത്തിന് ഒരു വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടാക്കാം. അത് തുടർച്ചയായി ചുമച്ചുകൊണ്ടിരിക്കും. അവർക്ക് അതൊരു 2-3 ദിവസം തുടർന്നു വന്നേരാം. ഫോളോ ചെയ്തിട്ട് ഒരു സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാം. അത് രാത്രി ഇറിറ്റേറ്റ് ചെയ്യുന്ന ചുമയായിരിക്കും, രോഗിക്ക് കിടക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചുമ. അങ്ങനെ തുടങ്ങി ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഒരു കഫം ഇളകുന്ന ടൈപ്പ് ചുമ കണ്ടുവന്ന് വരാം. അതിന് കഫം ഇളകിപ്പോവാനുള്ള മെഡിസിൻസ് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവരെ 1-2 മാസം കണ്ടിന്യൂസ് ആയിട്ട് ചുമ ഇറിറ്റേറ്റ് ചെയ്തു എന്ന് വരാം. ശരി ഡോക്ടർ, അത് പലപ്പോഴും ഈ ഉറങ്ങുമ്പോഴാണല്ലോ ഡോക്ടർ ശ്വാസകോശത്തിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കി ചുമ വരുന്നത്. അത് എന്തുകൊണ്ടായിരിക്കാം? 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനം, നമ്മൾ രാത്രി കിടക്കുന്ന ഒരു ക്ലോസ്ഡ് റൂമിലാണ്. കിടക്കുന്ന പൊസിഷനിൽ നമുക്ക് നമ്മുടെ തൊട്ട് മുകളിലായിരിക്കും ഒരുപക്ഷെ ഫാൻ വരിക. മുറിയിലുള്ള പൊടി നമുക്ക് കാണാൻ പറ്റുന്ന സൈസിൽ താഴെ, അതായത് 6 നാനോമീറ്ററിനും താഴെ സൈസിലുള്ള പൊടി നമ്മുടെ മുറിയിൽ ധാരാളം ഉണ്ടാകും. പലപ്പോഴും നമ്മളെല്ലാം ചെയ്യുന്നത് നമ്മളുടെ ഡ്രസ്സെല്ലാം മുറിയിൽ തന്നെ തൂക്കിയിടും. നമ്മൾ മുമ്പ് പഠിച്ച പുസ്തകങ്ങളും എല്ലാം തന്നെ നമ്മുടെ ബെഡ്റൂമിൻ്റെ മുകളിലുള്ള ഷെൽഫിൽ നമ്മൾ അടുക്കി വെച്ചിട്ടുണ്ടാവാം. സോ ഇതിലെല്ലാം പൊടി അടിഞ്ഞുകൂടും. പഴയ പുസ്തകങ്ങളോ മാഗസീൻസോ ആണെങ്കിൽ ഇതെല്ലാം പൊടിയും. ഈ എല്ലാ ഫൈൻ ആയിട്ടുള്ള പൊടികളെല്ലാം തന്നെ ഫാൻ ഇടുന്ന സമയത്ത് അടിച്ചു കറങ്ങി മൂക്കിലേക്കും ശ്വാസനാളത്തിലേക്കും പോകും. ഇത് രാത്രി വരുന്ന ചുമയുടെ ഒരു പ്രധാന കാരണമാണ്. അലർജി പ്രശ്നമുള്ളവർക്കല്ലേ ഡോക്ടർ അത്തരത്തിൽ പ്രശ്നമുണ്ട്? അത് ചുമയുള്ള സമയത്താണ് ഇത് കൂടുതലും ഇറിറ്റേറ്റ് ചെയ്യുന്നത്. നോർമലി പ്രത്യേകിച്ച് അസുഖമൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഇത് പ്രത്യക്ഷത്തിൽ വലിയ ശല്യം ചെയ്യില്ല. പക്ഷേ എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇതിൽ എക്സ്പോസ്ഡ് ആയിക്കഴിഞ്ഞാൽ അവർക്ക് അലർജിയുടെ കംപ്ലയിൻസ് തുടങ്ങാറുണ്ട്. ഇതൊരു കാരണം. മറ്റൊന്ന് എന്ന് പറയുന്നത്, നേരത്തെ ഒരു ഫോൺ കോളിൽ ഒരു കുട്ടിയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ കിടക്കയിലുള്ള പൊടിയും ഫംഗസും ഇതൊരു പ്രധാന കാരണമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന പുതപ്പ് നമ്മൾ കഴുകാറുണ്ട്, പക്ഷേ കമ്പിളി പുതപ്പ് ആരും കഴുകാറില്ല. വല്ലപ്പോഴും വെയിലത്തിടുന്നു, തിരിച്ചു കൊണ്ടിടുന്നു. ബെഡ് ആരും കഴുകാറില്ല. സോ ഇതിനകത്തെല്ലാം വളരുന്ന ഡസ്റ്റ് മൈറ്റ്സ് എന്ന് പറയുന്ന ഒരുതരം രോഗാണുക്കളുണ്ട്. ഇവയുടെ വിസർജ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തലയിലും ശരീരത്തിൽ നിന്നും പൊഴിഞ്ഞു വീഴുന്ന കോശങ്ങളുണ്ട്. ഈ കോശങ്ങൾ കഴിച്ച് ജീവിക്കുന്ന അനേകതരം ജീവികൾ നമ്മുടെ ബെഡിലുണ്ട്. കൂടാതെ ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻസ് നമുക്കുണ്ടാക്കുന്ന ഒരു വസ്തുവാണ് തലയിണ. തലയിണയുടെ കവർ എല്ലാവരും മാറ്റാറുണ്ട്. എന്നാൽ തലയിണ ഒരുപക്ഷെ കുട്ടിക്കാലത്ത് ഉപയോഗിച്ച തലയിണ തന്നെ മുതിർന്നാലും പലരും ഉപയോഗിക്കുന്ന ശീലമുണ്ട്. സോ ഇതിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഫംഗസുകൾ ജീവിക്കും. ഇതൊക്കെയാണ് ബെഡ്റൂമിൽ വെച്ച് നമുക്ക് ചുമ കൂടുന്നത്, പ്രത്യേകിച്ച് രാത്രി ചുമ കൂടുന്നതിന്റെ പ്രധാന കാരണങ്ങൾ. ശരി ഡോക്ടർ, നമ്മൾ വൈറൽ ഫീവറിനോടനുബന്ധിച്ചുള്ള ചുമയെ പറഞ്ഞു. ഇത് അലർജി പ്രശ്നമാകുമ്പോൾ അത് രണ്ടും തമ്മിൽ നമുക്ക് എങ്ങനെയാണ് ഡോക്ടർ തിരിച്ചറിയാൻ കഴിയുക? അലർജി പ്രശ്നം മൂലം ഉണ്ടാകുന്ന ചുമയാണെങ്കിൽ യൂഷ്വലി ഒരു ഇൻഫെക്ഷൻ ഫോളോ ചെയ്തിട്ട് വരുന്നത്, അതായത് ഇപ്പോൾ ഒരു വൈറൽ ഫീവർ, ഒരു 3-4 ദിവസം വൈറൽ ഫീവർ വന്നു, അത് ഫോളോ ചെയ്തിട്ട് ത്രോട്ട് പെയിൻ, ചെറിയ ഡ്രൈ കഫ്, തൊണ്ട വേദനയോട് കൂടിയുള്ള ചുമ, ഒച്ചയടപ്പ്, തുടർന്ന് വരുന്ന കഫമുള്ള ചുമ, ഇതെല്ലാം നമുക്കൊരു വൈറൽ ഇൻഫെക്ഷൻ ഫോളോ ചെയ്തിട്ട് വരുന്ന ഒരു കഫക്കെട്ടിൻ്റെ ലക്ഷണമാണ്. എന്നാൽ സാധാരണഗതിയിൽ ഒരു അലർജി കൊണ്ടുള്ള അസുഖം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന മൂക്കടപ്പ്, മൂക്കൊലിപ്പ്, പിന്നെ കൂടാതെ വരുന്ന തുമ്മൽ, പൊടി അടിച്ചു കഴിഞ്ഞാൽ വരുന്ന ചെറിയ ചുമ, ഇതെല്ലാം തന്നെ അലർജി കൊണ്ടുണ്ടാകുന്ന അസുഖത്തിൻ്റെ ലക്ഷണമാണ്. എന്നാൽ ഇതോടൊപ്പം തന്നെ ഈ അസുഖം വന്ന ആളിൻ്റെ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ശ്വാസം മുട്ടലിൻ്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഈ ആൾക്ക് തന്നെ ഒരുപക്ഷെ കുട്ടിക്കാലത്ത് ശ്വാസം മുട്ടൽ ഉണ്ടായിട്ടുണ്ടെങ്കിലോ, ഇത് അവർക്ക് ക്രമേണ ചികിത്സിച്ചില്ലെങ്കിൽ ശ്വാസം മുട്ടലിലേക്ക് പോയി എന്ന് വരാം. ഡോക്ടർ, ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഡോക്ടറോട് ചോദിച്ചോളൂ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. മോന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ശരി. മോനിപ്പോ 6 വയസ്സ് പ്രായത്തില് ഓക്കെ. ആൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചുമ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ അടുപ്പിച്ച് നിൽക്കുന്നുണ്ട്. ഓക്കെ. മരുന്ന് കൊടുത്തിട്ടും അതൊരു മാറ്റം രാത്രി ഉറക്കത്തിലൊന്നും കാണുന്നില്ല. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് അതിങ്ങനെ നീണ്ടു നിൽക്കുകയാണ്. ഉറക്കത്തിലില്ല എങ്കിൽ എപ്പോൾ? പകലാണോ അതേ ദേഹം ഇളകുമ്പോഴാണോ, കളിക്കുമ്പോഴൊക്കെയാണോ? പകലാണ് കൂടുതലായിട്ട് കാണുന്നത്. രാത്രി ഉറക്കത്തിൽ വലിയ പ്രശ്നം കാണാനില്ല. പകലാണ് ചുമയെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കുട്ടിയെ ഇറിറ്റേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളത് കൊണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ചുമ തന്നെ ആകും, അതായത് ശ്വാസകോശത്തിന് വരുന്ന ചെറിയ ഇൻഫെക്ഷൻസ് ആകാം ഇത്തരത്തിലുള്ള ഒരു അസുഖം ഉണ്ടാക്കുന്നത്. അത്
തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കണ്ട് ചികിത്സിക്കുക. കുട്ടിക്ക് കൃത്യമായിട്ട് വിരയ്ക്ക് മെഡിസിൻസ് കൊടുക്കാറുണ്ടോ? കൊടുക്കാറുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുട്ടിക്ക് എക്സസ് ആയിട്ടുള്ള മസാല ഫുഡുകളുടെ അളവ് ഒന്ന് കുറയ്ക്കുക, ബേക്കറി ഭക്ഷണങ്ങൾ ഒന്ന് കുറയ്ക്കുക. കുട്ടിക്ക് ഏതെങ്കിലും ഭക്ഷണങ്ങൾ അലർജി ആയിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ ചുമയുണ്ടാവും, പക്ഷേ ഒത്തിരി കൂടത്തുമില്ല എന്നാൽ വിട്ടു മാറത്തുമില്ല, അങ്ങനെ നിന്നു വരാം. ഉദാഹരണം, ഇപ്പോൾ ചില കുട്ടികൾക്ക് പാല് അലർജി ആണെങ്കിൽ അവർക്ക് പാല് കഴിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ കഫം വിട്ടു മാറിയില്ല എന്ന് വരാം, എന്നാൽ അത് കൂടത്തുമില്ല. സോ ഈ ഒരു കണ്ടീഷൻസ്, ഇതുപോലുള്ള കണ്ടീഷൻസ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് കാണുന്നുണ്ട്. പലതരത്തിലുള്ള ഭക്ഷണങ്ങളും അലർജി ആയിട്ടുണ്ട്. എന്നാൽ ഇത് അലർജി കൊണ്ടാണ് അസുഖങ്ങൾ വരുന്നത് എന്ന് തിരിച്ചറിയാതെ ആൾക്കാർ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കും, അസുഖം മാറത്തില്ല. ഡോക്ടർ ഒരു കോൾ കൂടി. ഹലോ ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, എന്റെ മകൾക്ക് വേണ്ടിയിട്ടാണ്. ശരി, ചോദിച്ചോളൂ. മകൾക്ക് ഒരാഴ്ചയായി ചുമ നിൽക്കണോ? മോൾക്ക് എത്ര വയസ്സായി? മോൾക്ക് 5 വയസ്സായി. ശരി. രാത്രിയാണ് ഈ ചുമ, ഉറങ്ങാൻ കിടന്നാലും അതിന് ശേഷമാണ് ചുമക്കുന്നത്. ഓക്കെ. പകലൊന്നും അങ്ങനെ ചുമയില്ല, എപ്പോഴെങ്കിലും ഇടയ്ക്ക് ചുമക്കുന്നുള്ളൂ. പക്ഷെ രാത്രി കിടക്കുമ്പോഴാണ് ഒരുപാട് ചുമ. ഓക്കെ, അത് പലപ്പോഴും കൊടുത്തു, ചുമ തിരി ഭേദം, അപ്പോഴേക്കും അത് പനിയായി. ഓക്കെ. ഇപ്പൊ പനിയാണ് ആൾക്ക്. അപ്പൊ ആള് തീരെ വെയിറ്റ് ഇല്ലാത്ത കാരണം ആൾക്ക് താങ്ങാനും പറ്റുന്നില്ല. ഓക്കെ. ആദ്യം ചുമ വന്നിട്ട് പിന്നെ പനി വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ടിട്ട് ഒരു ചെസ്റ്റ് എക്സ്റേ നോക്കി ചെസ്റ്റിൽ ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. യൂഷ്വലി ഇത്തരത്തിൽ വരുന്ന സിറ്റുവേഷൻസ് പലപ്പോഴും നെഞ്ചിൽ കഫക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് വരാം. മാത്രമല്ല, കുട്ടിക്ക് ആരോഗ്യക്കുറവ് എന്ന് പറയുന്നത് ചിലപ്പോൾ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ വിട്ടുമാറുന്നതിന്, അതായത് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി ഉണ്ടെങ്കിൽ മാത്രമേ ചെറിയ രോഗങ്ങൾ കൂടാതെ സ്വയം മാറത്തുള്ളൂ. സോ ആ ഒരു കഴിവ് ഒരുപക്ഷെ കുട്ടിക്ക് കുറവാണെങ്കിലും ഇത്തരത്തിൽ അസുഖം വന്ന് കൂടിയെന്ന് വരാം. അത് നിങ്ങൾ നല്ലൊരു ഹോമിയോപ്പതിയുടെ ഡോക്ടറെ കണ്ട് ചികിത്സ തേടി കഴിഞ്ഞാൽ ഈ ഒരു പറഞ്ഞ പ്രോബ്ലം നിസ്സാരമായി മാറിക്കിട്ടുന്നതാണ്. ഡോക്ടർ, ഈ ഏതൊക്കെ കേസിൽ ചെസ്റ്റിന് ഇൻഫെക്ഷൻ വരാം ഡോക്ടർ? അത് ഈ പനിയോടനുബന്ധിച്ചും ഒപ്പം ഈ അലർജി പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഇൻഫെക്ഷനിലേക്ക് പോകുമോ ഡോക്ടർ? രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആരിലും എന്ത് ഇൻഫെക്ഷൻസ് വന്നാലും, അതായത് ഒരു പനി ആയിക്കോട്ടെ, ചുമ ആയിക്കോട്ടെ, ഈവൻ അലർജി ആയിക്കോട്ടെ, സൈനസൈറ്റിസ് ആയിക്കോട്ടെ, ചികിത്സിച്ചില്ലെങ്കിൽ അത് ഒരു പക്ഷേ നെഞ്ചിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കിയെന്ന് വരാം. അത് ആ ഒരു കൺസേൺഡ് ഡോക്ടർ ഒരു ചെസ്റ്റ് എക്സ്റേ നോക്കിക്കഴിഞ്ഞാലോ ബ്ലഡ് ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞാലോ ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് തിരിച്ചറിയാൻ സാധിക്കും. ഡോക്ടർ, ഇപ്പോൾ അലർജി പ്രശ്നമുള്ള ചുമയാണെങ്കിൽ അത് ചുമയ്ക്കുള്ള മരുന്നാണോ അലർജിക്കുള്ള ട്രീറ്റ്മെൻ്റ് ആണോ ചെയ്യുക? അത് തീർച്ചയായിട്ടും നമുക്ക് ഒരു കേസ് നോക്കിയിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശ്വാസമുട്ടലിൻ്റെ ഹിസ്റ്ററി ഉള്ള കേസിൽ അവർക്ക് കുട്ടിക്കാലത്ത് ശ്വാസം മുട്ടലുണ്ടായിരുന്ന ഒരാളാണെന്നിരിക്കട്ടെ, അവർക്ക് ഒരുപക്ഷെ യുവാവായിരിക്കുമ്പോഴോ ഇല്ലെങ്കിൽ മുതിർന്നു കഴിഞ്ഞിട്ടോ വിട്ടുമാറാതെ ചുമ വരുന്നു. എപ്പോഴും അവരോട് ഒരു ഹിസ്റ്ററി ചോദിച്ചു കഴിഞ്ഞാൽ ആസ്മയുടെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അവർക്ക് ചികിത്സ നൽകേണ്ടത് അലർജിക്കും ശ്വാസമുട്ടൽ വരാതിരിക്കാനുള്ള ചികിത്സയാണ്. ഇല്ലെങ്കിൽ ഒരുപക്ഷെ അവർക്ക് നമ്മൾ ചുമയ്ക്ക് മാത്രമാണ് ചികിത്സിക്കുന്നതെങ്കിൽ, പലപ്പോഴും നിങ്ങൾക്കറിയാം ഇന്ന് ആൾക്കാർ ചുമ വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ ഒന്നും കാണാൻ പോകത്തില്ല, ആദ്യം മെഡിക്കൽ സ്റ്റോറിൽ പോയി നല്ലൊരു കഫ് സിറപ്പ് വാങ്ങി കഴിക്കും. കുറഞ്ഞില്ല എങ്കിൽ ഒന്നുകൂടെ പോയിട്ട് ചേട്ടാ നല്ലൊരു ആൻറ്റിബയോട്ടിക് തരുമെന്ന് പറഞ്ഞ് സ്വയം അവർ കൊടുക്കുന്ന ഫാർമസിസ്റ്റ് കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്കും കഴിച്ചിരിക്കും. രക്ഷയില്ലെങ്കിൽ മാത്രമാണ് പിന്നെ ഒരു ഡോക്ടറെ പോയി കാണുക. സോ ഇത്തരത്തിലുള്ള ചികിത്സാ രീതികൾ പലപ്പോഴും അവർക്ക് ശ്വാസമുട്ടൽ ഹിസ്റ്ററി ഉണ്ടെങ്കിലോ ചെറുപ്പത്തിൽ അലർജിയുടെ ഹിസ്റ്ററി ഉണ്ടെങ്കിലോ അത് കൂടാനും ഒരു ആസ്മയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതായത് ഡോക്ടർ പറഞ്ഞ ഈ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കഫ് സിറപ്പുകൾ ഒരു താൽക്കാലിക ഒരു പരിഹാരം മാത്രമാണോ ചുമയ്ക്ക്? കഫ് സിറപ്പുകൾ പല തരത്തിലുണ്ട്. അലർജിക്കുള്ള കഫ് സിറപ്പുകളുണ്ട്, കഫം നെഞ്ചിലുണ്ടെങ്കിൽ അത് ഇളകിപ്പോകാനുള്ള മെഡിസിൻസ് ഉണ്ട്, ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതും കൂടെ കവർ ചെയ്യുന്ന മെഡിസിൻസ് ഉണ്ട്. സോ ഇത് ഏത് ടൈപ്പാണെന്ന് നോക്കാതെ, അസുഖം ഏത് ടൈപ്പാണെന്ന് നോക്കാതെ കടയിൽ പോയി പറഞ്ഞ് ഒരു കഫ് സിറപ്പ് തരൂ എന്ന് പറഞ്ഞ് കഴിക്കുന്ന ഒരു രീതി എപ്പോഴും രോഗിക്ക് അപകടകരം തന്നെയാണ്. ശരി ഡോക്ടർ, ഇപ്പോൾ അലർജി പ്രശ്നമുള്ള ചുമയാണെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാതിരിക്കുമ്പോൾ അത് പിന്നീട് ഒരു ആസ്മയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത? സാധാരണ റെസ്പിറേറ്ററി അലർജീസ്, അതായത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്കിൽ, അതായത് മൂക്കിലും അല്ലെങ്കിൽ മുകളിലെ ശ്വാസനാളത്തിൽ വരുന്ന പ്രോബ്ലംസ് ചികിത്സിച്ചില്ലെങ്കിൽ ഒരു സൈനസ് ഇൻഫെക്ഷനിലേക്കോ ഇല്ലെങ്കിൽ നേസൽ പോളിപ്പ് പോലുള്ള കണ്ടീഷൻ, അല്ലെങ്കിൽ ചെവി ഇൻഫെക്ഷൻ, തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ, ഇതെല്ലാം ഗ്രാജുവലി വരും. ഇതോടൊപ്പം തന്നെ അവർക്ക് ഒരു ശ്വാസമുട്ടൽ ഹിസ്റ്ററി ഉണ്ടെങ്കിലോ ഫാമിലിയിൽ അതിൻ്റെ ഒരു പാരമ്പര്യം ഉണ്ടെങ്കിലോ അത് ആസ്മയിലേക്ക് സെറ്റിൽ ചെയ്തു എന്ന് വരാം. ഇന്ന് കുട്ടികൾക്കെല്ലാം വളരെയധികം കാണുന്ന ശ്വാസമുട്ടലിൻ്റെ ഏതാണ്ട് 70% അവർക്ക് അലർജി കൊണ്ടുവരുന്ന
ആസ്മയാണ്. ഓക്കെ ഡോക്ടർ, അത് വെറും ചുമ മാത്രമായിരിക്കും ലക്ഷണം. ഇപ്പൊ ആസ്മയുടെ ഇതായിട്ടാണെങ്കിൽ ചുമ മാത്രം, അതിനോടൊപ്പം ഈ ശ്വാസം മുട്ടല്, കഫക്കെട്ട് തുടങ്ങിയ അനുബന്ധമായിട്ട് മറ്റു ലക്ഷണങ്ങൾ ഉണ്ടാവുമോ? സാധാരണഗതിയിൽ ഒരു ചിലർക്കാണെങ്കിൽ ടിപ്പിക്കൽ ചുമ തന്നെ വരണം എന്നില്ല. ചിലർക്കൊരു 5-6 തുമ്മൽ വന്നിട്ട് ചിലപ്പോൾ നെഞ്ചിൽ അവർക്കൊരു വിമിഷ്ടം കണ്ടുവന്ന് വരാം. ചിലരാണെങ്കിൽ കുട്ടികൾ വരെ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല, പക്ഷേ ഒന്ന് ഓടിക്കളിച്ച് കഴിയുമ്പോൾ അവർക്ക് നെഞ്ചിനകത്ത് ശ്വാസം മുട്ടലിൻ്റെ ഒരു വലിവ് ഫീൽ ചെയ്യുന്നത് നമുക്ക് അവർക്കൊരു പക്ഷേ ചുമയുടെ ഹിസ്റ്ററി വേണമെന്നില്ല. വേറെ ചിലർക്കാണെന്നുണ്ടെങ്കിൽ നോർമലി കുഴപ്പമുണ്ടാകത്തില്ല. എന്നാൽ അവർക്ക് എപ്പോഴെങ്കിലും ഒരു പനിയോ ചുമയോ വന്നു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ ഒരു ശ്വാസം മുട്ടലും ചികിത്സയും വേണ്ടി വരാറുണ്ട്. ശരി ഡോക്ടർ, ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടറെ, ചോദിക്കണം. കുട്ടികൾക്കല്ല, ഇത് വലിയ ആൾക്ക് തന്നെയാണ്. ആയിക്കോളൂ, പറഞ്ഞോളൂ. വിട്ടുമാറാത്ത ഭയങ്കര ചുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്താണ്ട് ചുമയ്ക്കുക. മാഡത്തിനാണോ? അതെ. മൂക്കടഞ്ഞിരിക്കുവാണോ? മൂക്ക് അടഞ്ഞിരിക്കുന്നു. 3-4 ദിവസമായി തുടങ്ങിയിട്ട്. മരുന്നിപ്പോ 2-3 പ്രാവശ്യം വാങ്ങി, എന്നിട്ടൊന്നും കുറയുന്നില്ല. ഇന്നിപ്പോ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്ത് വന്നിട്ടും കുറയുന്നില്ല. ഇത് അലർജിയും അതോടൊപ്പം സൈനസിന് ഇൻഫെക്ഷൻ കൂടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. സൈനസിന് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് സ്ഥിരമായിട്ട് തൊണ്ടയ്ക്കകത്തുകൂടി, മൂക്കിൻ്റെ ഉൾവശത്തുകൂടി തൊണ്ടയിലേക്ക് കഫം വന്ന് ഇറങ്ങുകയും വിട്ടുമാറാതെ ചുമയ്ക്കുകയും ചെയ്യും. കുറച്ച് സമയം നമ്മൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കുമ്പോൾ ഒച്ചയടപ്പ്, നമ്മൾ മുരട് അനക്കിയാലേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അത് കൂടുതലും പോസ്റ്റ് നേസൽ ഡ്രിപ്പിംഗ് എന്ന് പറയുന്ന കണ്ടീഷൻ കൊണ്ട് വരുന്നതാണ്. അത് മാഡം അലർജിക്കും സൈനസൈറ്റിസിനും ചുമയ്ക്കും ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ മാറുന്നതേ ഉള്ളൂ. ശരി ഡോക്ടർ, നമ്മൾ കുട്ടികളുടെ അല്ലാത്തവരുടെ ഒക്കെ പറഞ്ഞു, ഈ പ്രായമായവരിൽ വലിയ തോതിൽ COPD-യുടെ ലക്ഷണമായിട്ട് ചുമ കണ്ടുവരുമല്ലേ ഡോക്ടർ? തീർച്ചയായിട്ടും കാണാറുണ്ട്. അതായത് ശ്വാസകോശത്തിന് വരുന്ന ചുരുക്കം, ശ്വാസകോശത്തിന് വരുന്ന ഫൈബ്രോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻസ്, അത് കൂടുതലും വരുന്നത് ഇത്തരത്തിൽ ആസ്മ പോലുള്ള കണ്ടീഷൻസ് വന്ന് വിട്ടുമാറാതെ നിൽക്കുന്നവർ, അതുപോലെ അവർക്ക് ജോലിയുടെ ഭാഗമായിട്ട് പൊടിയിൽ ഒരുപാട് എക്സ്പോസ്ഡ് ആവേണ്ടി വരുന്നവർ. ഉദാഹരണത്തിന് ഇപ്പോൾ ഡ്രൈവർമാർക്ക്, സ്ഥിരം പുക ശ്വസിക്കുന്നവർക്ക്, അല്ലെങ്കിൽ അന്തരീക്ഷ മലിനീകരണമുള്ള അറ്റ്മോസ്ഫിയറിൽ ജോലി ചെയ്യുന്നവർക്ക്, കരിങ്കൽ കോറിയിൽ ജോലി ചെയ്യുന്ന ഇവർക്കെല്ലാവർക്കും ശ്വാസകോശത്തിൽ ഇൻഫെക്ഷൻസ്, ചെറിയ ലെവലിലുള്ള ഇൻഫെക്ഷൻസ് വരും. അതോടൊപ്പം തന്നെ ഇപ്പോൾ ആസ്മയുള്ളവർക്കും ചെറിയ ഇൻഫെക്ഷൻസ് വരും. അത് ഡോക്ടർ തുടക്കം അലർജിയായോ ആസ്മയായോ തുടങ്ങി അത് പിന്നീട് അതൊരു COPD ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് ഇത് ആക്ച്വലി എല്ലാ അസുഖങ്ങളും ചെറുതായിട്ട് തുടങ്ങുന്നത് ചുമയിൽ തന്നെയാണ്. അത് ചിലർക്ക് ചുമ സാരമില്ല എന്ന് കരുതിയിട്ട് മൈൻഡ് ചെയ്യാതെ പോകുന്നവരുണ്ട്. ചിലർക്ക് വിട്ടുമാറാതെ ചുമയുള്ളവരാണെങ്കിലും അവർ സിഗരറ്റ് വലിയോ ബീഡി വലിയോ നിർത്തുകയില്ല. ഇവർക്കെല്ലാം ഗ്രാജുവലി ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ശ്വാസകോശം ചുരുങ്ങുന്നതിനും ഗ്രാജുവലി ഇതുപോലുള്ള COPD പോലുള്ള കണ്ടീഷൻസിൽ എത്തിക്കുകയും ചെയ്യും. ഈ COPD അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് ഒരു പരിധി കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് കൊണ്ട് വലിയ കാര്യമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുമോ? അങ്ങനെയില്ല. ഇത് യൂഷ്വലി അലോപ്പതിയിൽ അവർ ഇൻഹേലേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് ഉണ്ട്. ഹോമിയോപ്പതിയിൽ ശ്വാസകോശം ക്ലിയർ ചെയ്യാനുള്ള, അതായത് അകത്തുള്ള കഫം ക്ലിയർ ചെയ്യാനുള്ള മെഡിക്കേഷൻസ്, മെയിൻലി ഡ്രെയിനേജ് ഡ്രഗ്സ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ ശ്വാസകോശത്തിന്റെ രോഗപ്രതിരോധ ശേഷി വീണ്ടെടുക്കാനുള്ള ചികിത്സയും നൽകും. അത് രോഗിക്ക് ക്രമേണ വലിയ അസുഖങ്ങളൊന്നും ഇല്ലാതെ ആരോഗ്യകരമായി ശിഷ്ടകാലം ജീവിച്ചു പോകാൻ പറ്റും. ഓക്കെ ഡോക്ടർ, ഈ TB-യുടെ ചുമ ലക്ഷണമായിട്ട് ചുമ കാണുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ കരുതൽ വേണം അല്ലെങ്കിൽ ശ്രദ്ധിക്കണം എന്ന് പറയാൻ, അത് എപ്പോഴാണ്, അതെങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്? TB പ്രത്യേകിച്ച് ഇപ്പോൾ മലയാളികളിൽ മുൻകാലത്തെ അപേക്ഷിച്ച് ഇതിൻ്റെ ഒരു പ്രിവലൻസ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ ഒരു അസുഖത്തെ പറ്റിയുള്ള നമ്മളൊരു അവയർനെസ് ഉണ്ട്, വാക്സിനേഷൻസ് ഉണ്ട്. അത് മാത്രമല്ല നമ്മളൊരു പൊതുവെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ശുചിത്വം നോക്കുന്നവരാണ്. രോഗപ്രതിരോധ ശേഷി ഇന്ത്യയിൽ മലയാളികൾക്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഈ ഒരു ബാക്ടീരിയ, ട്യൂബർക്കുലസ് ബാക്ടീരിയ വന്നാൽ പോലും ഒരുപക്ഷെ നമ്മൾ ബസ്സിൽ സഞ്ചരിക്കുമ്പോഴോ എല്ലാം തന്നെ നമ്മളിതിന് എക്സ്പോസ്ഡ് ആകുന്നുണ്ട്. പക്ഷേ നമുക്ക് വരാത്തത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഉള്ളതുകൊണ്ടാണ്. ചില കുട്ടികൾക്ക് ഇത് ബാധിക്കാറുണ്ട്. അതായത് രോഗപ്രതിരോധ ശേഷി തീരെ കുറഞ്ഞ കുട്ടികൾക്ക് ഇത് ബാധിക്കാറുണ്ട്. അത് ഒരുപക്ഷെ അവർക്ക് ചുമയായിട്ട് തന്നെ പ്രസൻറ്റേഷൻ വരണമെന്നില്ല. അവർക്ക് വിട്ടുമാറാത്ത ഫീവർ ആയിട്ട് കാണാം. ഫീവർ വിത്ത് കഴുത്തിലൊക്കെ ലിംഫ് നോട്ട്സ്, കടലകൾ കൂടുതൽ കാണുക, അവർക്കൊരു 5 ദിവസത്തിന് മുകളിൽ പനി കാണുക. ബ്ലഡ് ടെസ്റ്റിലും നമ്മൾ ചെസ്റ്റ് എക്സ്റേയിലും മാൻഡോസ് ടെസ്റ്റ്, അതായത് TB-യുടെ ഒരു സ്പെസിഫിക് ഒരു അലർജി ടെസ്റ്റ് ഉണ്ട്. ഇതെല്ലാം പോസിറ്റീവ് കാണുന്ന ഒരു കണ്ടീഷനാണ്. നമുക്ക് ഇതിലേക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ശരി ഡോക്ടർ, ഇപ്പോൾ ഹോമിയോപ്പതിയിലാണെങ്കിൽ ചുമ തന്നെ പല രോഗങ്ങളുടെയും കാരണമായിട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്? അതിന്റെ ഒരു ട്രിഗറിംഗ് ഫാക്ടർ നോക്കിയിട്ട് അതിന്റെ കാരണം കണ്ടെത്തിയുള്ള ചികിത്സയാണ്? ഹോമിയോപ്പതിയിൽ മാത്രമല്ല ഏത് സിസ്റ്റം ഓഫ് മെഡിസിൻ ആണെങ്കിലും കാരണം നോക്കിയിട്ടായിരിക്കും കൂടുതൽ ചികിത്സ വരിക. കാരണം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചില കുട്ടികൾക്ക് വിട്ടുമാറാത്ത ചുമ കണ്ടുവന്ന് വരാം.
വിരയ്ക്ക് ട്രീറ്റ് ചെയ്തില്ലെങ്കിലും അത് രക്തത്തിൽ ഈസ്നോഫിലിക് കൗണ്ടിൽ വ്യത്യാസം വരുത്തുകയും ചുമ കണ്ടുവന്ന് വരാം. സോ ഇത്തരത്തിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്തുകൊണ്ട് മാത്രമേ ഏത് സിസ്റ്റത്തിലും ഇതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല ഹോമിയോപ്പതിയിൽ ചുമയ്ക്കും ശ്വാസമുട്ടലിനും ചികിത്സ കൊടുക്കുമ്പോൾ ഇപ്പോൾ ഒരു തവണ ചികിത്സ നൽകിക്കഴിഞ്ഞാൽ റിക്കറൻറ്റ് ചിലർക്ക് നിങ്ങൾക്കറിയാം 2 ആഴ്ച കൂടിയിട്ട് എപ്പോഴും ഡോക്ടർമാരെ കാണേണ്ടി വരുന്നു, മരുന്നുകൾ കഴിക്കേണ്ടി വരുന്നു. ഇത്തരത്തിലുള്ള ഒരു ടെൻഡൻസി ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിക്ക് കുറഞ്ഞു വരുന്നത് കണ്ടിട്ടുണ്ട്. ഓക്കെ, ശരി ഡോക്ടർ, ഞാൻ സമയക്കുറവുകൊണ്ട് ഇടപെടുന്നു. വളരെയധികം നന്ദി ഡോക്ടർ ഞങ്ങളുടെ അതിഥിയായി എത്തിയതിന്. ഇത്തരത്തിൽ ചുമ പല രോഗങ്ങളുടെ ലക്ഷണമായി കണ്ടുവരാം എന്ന് തന്നെയാണ് ഡോക്ടർ പറയുന്നത്. അത് മരണകാരണത്തിലേക്ക് വരെ നയിക്കുന്ന ഒരു കാരണം കൂടിയായതുകൊണ്ട് പലപ്പോഴും ചുമയുടെ കാരണം കണ്ടെത്തിയുള്ള ചികിത്സ തന്നെയാണ് വേണ്ടത്. നന്ദി ഡോക്ടർ ഞങ്ങളുടെ അതിഥിയായി എത്തിയതിന്. ഇന്നത്തെ ഡോക്ടർക്ക് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.